ലഞ്ച് പ്രിപ്പറേഷനാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എണീറ്റ് സ്വിഗ്ഗിയിൽ നിന്നെല്ലാം ഓർഡർ ചെയ്തു. സ്വിഗ്ഗി അല്ല, എന്താ പറയാ, ഈ ഇൻസ്റ്റമാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കാൻ ലേറ്റായി. 9 മണിയായി എണീക്കാൻ. പോരെ. അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് വന്നിട്ട് എന്താ, ബീൻസും ഉണ്ടായിരുന്നു, ക്യാരറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ബീൻസും ക്യാരറ്റും കൊണ്ട് ഒരു പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ മോരുകറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെ എന്ത് ചെയ്തു, രാവിലെ വേഗം തട്ടിക്കൂട്ടി എന്നിട്ട് ഗോതമ്പ് ദോശയും ഉള്ളി ചമ്മന്തിയും തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ചോറ് പായിട്ടുണ്ട്. ഇനി ഈ ഉപ്പേരിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ലഞ്ച് റെഡി. അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഓഫീസിലത്തെ കോൾസ് വരും, അത് അറ്റൻഡ് ചെയ്യണം. ഭാരിച്ച പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈഫ് ഈസി ആയിട്ട് പോകണം. ഈസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ രാവിലെ അമ്മേനെ വിളിക്കാൻ പറ്റിയില്ല. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് അവൻ്റെ കാര്യമൊന്നും അറിയണ്ട. അങ്ങനെയുള്ള പരാതികളാണ് എപ്പോഴും. ഞാനാണെങ്കിൽ അമ്മ പറയുന്നത് നിനക്ക് അവൻ്റെ കാര്യമൊന്നും അറിയണ്ട, അവൻ രാവിലെ സ്കൂളിൽ പോയി. ഞാൻ വിളിച്ചില്ല. അവൻ ഇന്നലെ യൂണിറ്റ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എക്സാം ഹിന്ദി ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അവൻ കഴിച്ചോന്ന് അറിയണ്ട, അവൻ കുളിച്ചോന്ന് അറിയണ്ട, അവൻ സ്കൂളിൽ പോയോന്ന് അറിയണ്ട, നിനക്കൊന്നും അറിയണ്ട എന്നുള്ള പരാതി അമ്മയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ പട്ടിണി കിടന്നാലും അമ്മ അവനെ പട്ടിണിക്ക് ഇടില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാനിപ്പോൾ എന്തിനാ അവനെ വിളിക്കേണ്ട ആവശ്യം അല്ലേ? ബിക്കോസ് അമ്മ എന്നെ നോക്കിയതിനേക്കാൾ 100 ഇരട്ടി സ്നേഹത്തോടെയാണ് അവനെ നോക്കണത്. അവൻ സേഫസ്റ്റ് കൈകളിലാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഞാനാണല്ലോ അവൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിക്കണം. പക്ഷെ ഞാനുണ്ടല്ലോ, ഞാനിങ്ങനെ ഓരോന്ന് ചെയ്ത് ഒന്നാമത് എനിക്ക് ഫോൺ എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോണിൽ അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ഫ്ലാറ്റ്മേറ്റ് ഉണ്ടല്ലോ, അവളെപ്പോഴും പറയും ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല, അപ്പം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എന്താണെന്ന് വെച്ചിട്ട്. അപ്പം നിനക്ക് ആ ഫോൺ അങ്ങോട്ട് എടുത്തൂടെ? എനിക്ക് ഫോണിൽ സംസാരിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു ഈ ഓഫീസിൽ എപ്പോഴും ഇങ്ങനെ കോളിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് മടുക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. മേ ബി എനിക്കുണ്ടല്ലോ ഈ വെജിറ്റബിൾസിൽ ഈ വെളുത്തുള്ളി നേരാക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ എനിക്ക് വെളുത്തുള്ളി ഇല്ലാണ്ട് ഒരു ഉപ്പേരി ഇഷ്ടമല്ല. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇന്നലെ എനിക്ക് ബ്രദറുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വിളിച്ച സമയത്ത് കുറേ ദിവസമായി ഞങ്ങൾ സംസാരിച്ചിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നാമത് കുറച്ച് ദിവസമായിട്ടൊരു മൂടൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ്റെ കോൾ ഇന്നലെ വന്ന സമയത്ത് ഞാനിങ്ങനെ ആ കോളിലേക്ക് നോക്കിയിരുന്നിട്ട് ഞാനത് എടുത്തില്ല. എന്നിട്ട് ഞാൻ അമ്മ എന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കാമെന്നാ നീ ഫോൺ എടുക്കാത്തത് എന്ന് വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. ഇതാണ് എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവം. ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടായിരിക്കും ആരെങ്കിലും ഫോൺ വിളിക്കണത്. ഡെലിവറി ബോയ് ഒക്കെ ആയിരിക്കും. അതിൻ്റെ പോലും കോൾ എടുക്കാൻ ഞാൻ മനഃപൂർവ്വം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഓർമ്മ വരും, അയ്യോ ഇത് ഡെലിവറി ബോയ് ആണല്ലോ എന്ന്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ വൃത്തികെട്ട സ്വഭാവം? അതുപോലെ എന്താ പറയുക,
ഒരുമിച്ചാണ് അവിടെ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് ഈ സൺഡേ. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് മേടിക്കണം. ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആയില്ലേ, മടി പിടിച്ചിരിക്കുകയാണ്. പോവാം ഗിഫ്റ്റ് മേടിക്കാനായിട്ട്. സർപ്രൈസ്, എനിക്കാണെങ്കിൽ സർപ്രൈസ് കൊടുക്കാനൊന്നും അറിയില്ല. ഞാൻ ആർക്കും സർപ്രൈസ് കൊടുത്തിട്ടുമില്ല, എനിക്ക് ആരും സർപ്രൈസ് തന്നിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഞാൻ അവളുടെ അടുത്ത് മുന്നേ കൂട്ടി പറഞ്ഞു, എടി നീ സർപ്രൈസ് ആയില്ലെങ്കിലും നീ സർപ്രൈസ് ആയ പോലെ ഒന്ന് അഭിനയിക്കെങ്കിലും വേണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ അടുത്ത്. കാരണം അവൾക്കും അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ നമുക്ക് രണ്ടുപേർക്കും കൂടെ ആഘോഷിക്കാം പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേ നമ്മളല്ലാണ്ട് ആഘോഷിക്കാനായിട്ട് വേറെ ആരുമില്ല. എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്, എന്താ പറയുക, എൻ്റെ ലൈഫിലുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഇതുവരെ ഇപ്പം എനിക്ക് ഇപ്പം എനിക്ക് 32 വയസ്സാണ്. എനിക്ക് 32 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് എന്ന് പറയുന്ന സാധനം, സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ചില സമയത്ത് എനിക്ക് മറ്റുള്ളവരുടെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ വിഷമം വരാറുണ്ട്. പിന്നെ അതൊക്കെ നോക്കിയിട്ടെന്താ കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ എന്നെ തന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കും. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് മേടിക്കും, ഞാൻ തന്നെ ഡ്രസ്സ് എടുക്കും, ഞാൻ തന്നെ വീഡിയോ എടുക്കും, ഞാൻ തന്നെ ഫോട്ടോ ഇടും. ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കും. നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവർ സന്തോഷിപ്പിക്കും, ഇവർ വരും അവർ വരും എന്ന് പറഞ്ഞിട്ടൊന്നും കാത്തിരുന്ന. അതുകൊണ്ട് ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ കെയർ ചെയ്യാനും അവർ വന്നിട്ട് ഞാൻ അത് ചെയ്യാം, ഇവർ വന്നിട്ട് ഞാനത് ചെയ്യാം, അവർ വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവാം, അവർ വന്നിട്ട് ഞാൻ ഈ കേക്കെ പോവാം, അവർ വന്നിട്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യണം, മനസ്സിലായോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മുരടിച്ച് അവസാനം തട്ടിപ്പോകും. ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, കേൾക്കാത്തവർ കേൾക്കണ്ട. ദിവസങ്ങൾ ഓടി. അതുകൊണ്ട് ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ കെയർ ചെയ്യാനും അവർ വന്നിട്ട് ഞാൻ അത് ചെയ്യാം, ഇവർ വന്നിട്ട് ഞാനത് ചെയ്യാം, അവർ വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവാം, അവർ വന്നിട്ട് ഞാൻ ഈ കേക്കെ പോവാം, അവർ വന്നിട്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യണം, മനസ്സിലായോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മുരടിച്ച് അവസാനം തട്ടിപ്പോകും. ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, കേൾക്കാത്തവർ കേൾക്കണ്ട. ദിവസങ്ങൾ ഓടി. എന്നെ ഒരു ക്ലയൻറ്റ് വിളിച്ച് ചീത്ത പറഞ്ഞു. സത്യം പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ചീത്ത വിളിയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല.
പണിയെടുക്കാണ്ട് എങ്ങനെ ജീവിക്കുമല്ലേ. ഇത് പിന്നെ കുറേ കാലമായിട്ട് ശീലമായതാണ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും കേൾക്കുമ്പോൾ ചെറിയൊരു ഒരു 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 വിഷമം.